തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ നാൾ മുതൽ സുരേഷ് ഗോപി വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് എന്ന് പറയണം. ഇപ്പോൾ തൃശ്ശൂരിനെ പിടിച്ചുകുലുക്കിയ പൂരം വിവാദത്തിന് പിന്നിൽ ഒരു ഫ്ലക്സ് വിവാദം ഉയർന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഫ്ലക്സ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിലെ ഫ്ലക്സ് ആണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രമുണ്ട്. ആ ചിത്രം ഉപയോഗിച്ചതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായത്. തങ്ങളുടെ അനുവാദത്തോടെ അല്ല ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചത് എന്ന് ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടിയെന്ന് ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു. ഇരിങ്ങാലക്കുടയിൽ അന്തരിച്ച നടൻ ഇന്നസെന്റിനൊപ്പമുള്ള ചിത്രമടങ്ങിയ ബോർഡ് വെച്ച് സ്ഥാനാർത്ഥികളുടെ പോര് നടക്കുന്നു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലൊരു വാർത്ത നേരത്തെയും പുറത്തു വന്നിരുന്നു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനൊപ്പവും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പവും മുൻ MPയും സിനിമാ താരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിൽ ഉള്ളത്. ബസ് സ്റ്റാൻഡ് AKP റോഡിലെ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത്. ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ MPയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന ഇന്നസെന്റ് LDF സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തി താരത്തിന്റെ ജന്മനാടാണ് അങ്ങനെ ബോർഡ് വെച്ചു എന്നാണ് കരുതിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഇവിടെ ബോർഡായി വന്നത്. കൂടൽമാണിക്ക് ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവ ആശംസകളോടൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയത്. എന്തായാലും സംഭവം വിവാദമായി. തങ്ങളുടെ അനുവാദത്തോടെ അല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തിയിരിക്കുന്നതെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി എന്താണ് നടപടികളെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടൻ ടൊവിനോ തോമസിന്റെ ചിത്രം ഉപയോഗിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു സുനിൽകുമാർ പറഞ്ഞത്. ആ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചിത്രം പിൻവലിച്ചു. നടനോടൊപ്പമുള്ള ചിത്രം പൂങ്കുന്നത്ത് വെച്ച് എടുത്തതാണെന്നും സുനിൽകുമാർ പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന് എതിർപ്പുമായി നടൻ ടൊവിനോ തോമസ് തന്നെ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസഡർ ആയതിനാൽ തന്റെ ചിത്രമോ തന്നോടൊപ്പമുള്ള ചിത്രമോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ടൊവിനോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ സുനിൽകുമാറിന്റെ പേരും ഈ ഇന്നസെന്റിന്റെ ചിത്രത്തിനൊപ്പം കേൾക്കുകയാണ്. ഇന്നസെന്റിന്റെ ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുകയാണ്. എന്തായാലും മറ്റൊരു വാർത്ത കൂടി സുരേഷ് ഗോപിയെ ബന്ധപ്പെടുത്തി വരുന്നുണ്ട്. പോലീസ് പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണെന്ന ആരോപണമായി തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. അത് CPMന്റെ അജണ്ട നടപ്പിലാക്കാൻ BJPക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത് എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന പ്രചാരണം BJP സൈബർ സെൽ ചെയ്യുകയാണ്. വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാര പുറത്തായി. കമ്മീഷണറെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഒഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും. കമ്മീഷണർ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. കമ്മീഷണർ പൂരം കലക്കാൻ രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിന് താൻ സാക്ഷിയാണെന്ന് പറയുന്നു. പക്ഷേ സുരേഷ് ഗോപി പൂരത്തിൽ എവിടെയും കണ്ടില്ല എന്ന് മുരളീധരൻ ആരോപിക്കുന്നു. സേവാഭാരതിയുടെ ആംബുലൻസ് വന്ന് സുരേഷ് ഗോപി ഷോ കാണിച്ചു എന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെ വന്നാലും തൃശ്ശൂരിൽ UDF തന്നെ ജയിക്കുമെന്നാണ് K മുരളീധരന്റെ വാക്കുകൾ. എന്തൊക്കെയായാലും തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാണ് നമ്മുടെ വോട്ടർമാർ. അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് വിവാദം സംഭവിക്കുന്നു, ആ വിവാദം ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് എത്രമാത്രം കൊഴുപ്പേകുന്നു എന്നൊക്കെ അറിയാൻ എല്ലാവരും സദാസമയവും ജാഗരൂകരാണ്. എന്തായാലും തൃശ്ശൂരടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.